കോൺഗ്രസിൻ്റെ നയം വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നിയമ നടപടികൾ അവർ തന്നെ നേരിടേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ ഒരാഴ്ചയേ ബാക്കിയുള്ളൂ. ഇലക്ഷൻ പ്രചാരണത്തിൽ നടക്കുമ്പോൾ ഒരു മാങ്കൂട്ടത്തിൽ വിഷയം ലൈവായി നിർത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ആ വലയിൽ വീഴില്ല. ഞങ്ങളുടെ നയം KPC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും അവർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചോളണം. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ല. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ കാര്യത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇനി പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് വളരെ വ്യക്തമായി KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവരൊന്നും കോൺഗ്രസ്സുകാരൊന്നുമല്ല. പിണറായി വിജയനെ വിമർശിക്കേണ്ടതിന് പകരം VD സതീശനെയും K മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരല്ല. അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഈ രംഗത്തിന് അപമാനമാണ്, മാധ്യമ രംഗത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ശാപമാണ്.